Hi friends, welcome to Sushi's Healthy Kitchen. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല ജലദോഷമാണ് ഇന്ന്. അപ്പം എൻ്റെ വോയിസ് ഒക്കെ കുറച്ച് ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. മസാല ഇടിയപ്പം. മസാല ഇടിയപ്പം എന്നും പറയാം. അതല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഇടിയപ്പം എന്നും പറയാം. അതുമല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ റൈസ് നൂഡിൽസ് എന്നും പറയാം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് രാവിലെ ഒരു നേരം എടുത്തു കഴിയുമ്പോൾ കുറേ ബാലൻസ് വരാറുണ്ട് ചില സമയത്ത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ബാക്കി കുറേ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ ഇത് ഇങ്ങനെ പിച്ച് ചീന്തി ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുവാണ്. വൈകിട്ടോ മറ്റു സമയങ്ങളിലോ ഒക്കെ എഗെയിൻ കഴിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ട. അടുത്ത ദിവസവും ഇടിയപ്പം തന്നെയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾക്കും ഒരു മടിപ്പ് തോന്നും. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ നമുക്ക് കുറേ കറികൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. ഇതൊന്നും വേണ്ട, നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഡെലീഷ്യസ് ആയിട്ട് ഈസി ആയിട്ട് മസാല ഇടിയപ്പം അല്ലെങ്കിൽ വെജിറ്റബിൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഒരു ലഞ്ച് ബോക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിന് വേണ്ടിയോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒത്തിരി കൊത്തി അരിയേണ്ട കാര്യമൊന്നുമില്ല. ഒരല്പം കരിവേപ്പില ചെറുതായിട്ട് അരിയണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഒരല്പം ക്യാബേജ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിംല മിർച്ച്, അത് ഒരു അല്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, സ്ലൈസ് ചെയ്തെടുത്തു. ഒരു 2-3 എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു. പിന്നെ നമ്മളുടെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ട. മുട്ടയുടെ യെല്ലോ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ഇടിയപ്പം സ്റ്റാർ. ഇതാണ് സ്റ്റാർ. ഇവനെ ഇടിയപ്പത്തിനെ നുള്ളിപ്പരക്കിയൊക്കെ എടുക്കുക, ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കുക, ഇങ്ങനെ കേട്ടോ, നൂല് പോലെ. നൂൽപുട്ടെന്ന് പറയുന്നേ ഉള്ളൂ, ഇത് ശരിക്കും നൂലാണ്. അത്ര കനമില്ലാത്ത നൂൽപുട്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്നറിയാമോ. ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലീസ് ചെക്കൗട്ട്. അത് നോക്കി ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി. ഈ ഇടിയപ്പം ഉണ്ടാക്കി ഒന്ന് തണുക്കാൻ മാറ്റി വെക്കുക. ഫ്രഷ് ഇടിയപ്പം കൊണ്ടാണ് നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കി ബാലൻസ് വന്ന ഇടിയപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേയോ ഈവനിങ്ങിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരല്പം മല്ലിയില കൂടി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക് ഒരല്പം വേണം, മഞ്ഞൾ വേണം, ഒരു ലിറ്റിൽ ബിറ്റ് ചിക്കൻ മസാല വേണം. നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരല്പം ഗരം മസാല യൂസ് ചെയ്താലും മതി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെസിപ്പി. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, റിഫൈൻഡ് ഓയിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇവിടെ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്, ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് സോട്ടേ ചെയ്യുക, ഫ്ലെയിം കുറച്ച് വെക്കുക. ഓക്കെ, ഇനി ഇതിലോട്ട് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റുക. ഒത്തിരിയാവും വഴറ്റണ്ട, ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കണം. നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന പോലെ, ചൗമിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇതിനകത്തോട്ട് നമുക്ക് ഈ ക്യാരറ്റും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇച്ചിരി ഫ്ലെയിമിന് ഹൈ ആക്കി വെച്ചോളൂ. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഫ്ലെയിം അല്പം കൂട്ടി വെക്കുക. ഇതൊരു 2 തൊട്ട് 3 മിനിറ്റ് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം, ക്യാബേജ് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോഴും ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇതും ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്യുക. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചാൽ മതി, കരിഞ്ഞു പോകരുത്. നോൺ സ്റ്റിക്ക് കുക്ക് വെയറൊക്കെ ആണെങ്കിൽ കരിയത്തില്ല, അല്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ ഫ്ലെയിം അല്പം കുറച്ച് വെച്ചോളൂ. ഇനി ഇത് 2-3 മിനിറ്റ് എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ നടുക്കോട്ട് നമുക്ക് ഒരൽപ്പം ഒന്ന് സ്ഥലം വകട്ട് കൊടുത്തിട്ട് ഈ ടൊമാറ്റോ അങ്ങ് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ ഇടുന്നത് ഓപ്ഷണലാണ്. ടൊമാറ്റോ ഇടണമെന്ന് നിർബന്ധമില്ല. ടൊമാറ്റോ മാത്രം ഇട്ടാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റു വെജിറ്റബിൾസ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുകയാണ്. ചിലർ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാതെ മസാല ഇടിയപ്പം നമ്മളുടെ ടൊമാറ്റോ മുട്ടയും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയും ഉണ്ടാക്കാം. ടൊമാറ്റോയിലോട്ട് ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കുക. അതായത് ടൊമാറ്റോ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനും വെജിറ്റബിൾസിലോട്ടും ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ആയി പോകരുത്. ഇനി ഇതൊന്ന് ഈ ടൊമാറ്റോ ഒന്ന് വഴണ്ട് വരാൻ അനുവദിക്കുക. പച്ചക്കറി നമ്മുടെ കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നടുക്കോട്ടിട്ടത് ടൊമാറ്റോ കേട്ടോ. പച്ചക്കറിയുടെ കൂടെ ടൊമാറ്റോ ഇടുകയാണെങ്കിൽ പിന്നെ പച്ചക്കറി കൂടെ അങ്ങ് വെന്ത് പോകുമല്ലോ. ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ടൊമാറ്റോ നടുക്ക് തന്നെ വെച്ചിരുന്നാൽ മതി. ഒന്ന് അമക്കി കൊടുത്താൽ മതി. അത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു. ഓക്കെ, അത് നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. അല്ലെ വെജിറ്റബിൾസിൻ്റെ കൂടെ ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഫ്ലെയിം ഒരൽപ്പം കുറയ്ക്കുക, ഹൈയിൽ വെക്കാതെ. ഇതിൻ്റെ നടുക്കോട്ട് ഈ മുട്ടയും ഒഴിച്ചു കൊടുക്കാം. മുട്ട ഞാൻ യെല്ലോ മാറ്റിയിട്ടുണ്ട്. ഞാൻ യെല്ലോ കഴിക്കാറില്ല, അതുകൊണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് യെല്ലോ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്യാം. ഇത് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക, ഒരുപാട് ചെയ്യാതെ. ആ വെജിറ്റബിൾസ് അനക്കണ്ട, അത് നടുക്ക് മാത്രം ഇത് മാത്രം ഒന്ന് ചെയ്താൽ മതി നടുക്ക് ഇങ്ങനെ. അപ്പോൾ അത് മുട്ട ഒന്ന് പീസസുകളായി കഴിയുമ്പോൾ നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുട്ട ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി പീസുകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയി ഒന്ന് മുട്ട പോരാൻ വെച്ച പോലെ. ഇനി ഇതിനകത്തോട്ട് ഒരൽപ്പം മഞ്ഞളിട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ല നിങ്ങളുടെ അടുത്തുന്നുണ്ടെങ്കിൽ ഗരം മസാല ആഡ് ചെയ്തോളൂ. ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തത്. ഇനി മസാല ഇട്ട് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഒരൽപ്പം കുറയ്ക്കുകയാവുന്നു. എന്ത് ഭംഗിയാണ് കാണാനെന്നറിയാം. ഇപ്പം എന്തോ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരൽപ്പം കുരുമുളക് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരുപാടായി പോകരുത് കുരുമുളക്. ഇത് നല്ല ഫ്രഷ് കുരുമുളക് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഇടുന്നില്ല. എന്നാലും ഇച്ചിരി ഏറെ ആയി പോയും തോന്നുന്നു. ഇതൊരു ചൗമിനാക്കി എടുക്കണം ഇടിയപ്പത്തേന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സോയ് സോസോ ഗ്രീൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ അത് ആഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ മസാല ഇടിയപ്പമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്കൊരൽപ്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇടുന്നതും ഓപ്ഷണലാണ്. കരിവേപ്പില ഇല്ലാത്തവർ മല്ലിയില മാത്രം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ മുട്ടയും വെജിറ്റബിൾസും എല്ലാം അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് നമ്മളുടെ ചീന്തി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇടിയപ്പക്കൊട്ട ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിക്കേ കാണാനായിട്ട്. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്യുക. അതൊക്കെ 2 ഫോർക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സ് ചെയ്യുക. പാനിൽ കൊള്ളാതെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നോ വറീസ്. ആഹാ, എന്താ ഭംഗി കാണാൻ നമ്മുടെ ഇടിയപ്പത്തെ. ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ, ഇങ്ങനെ ഇതുവരെ ഇടിയപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് സോ ഈസി, യമ്മി, ഡെലീഷ്യസ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലുണ്ടല്ലോ പറഞ്ഞറിയിക്കേണ്ട, അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവററ്റ് റെസിപ്പി ആയിട്ട് മാറും. ഓക്കെ, അവർ പറയും ഞങ്ങൾക്കിനി എന്നും റൈസ് നൂഡിൽസ് മതിയേ, റൈസ് ചൗമിൻ മതിയേ എന്ന് പറയും. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്താ ഭംഗി കാണാൻ അല്ലേ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആവശ്യമൊന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വന്നിരുന്നു കേട്ടോ. ആഹാ, അത് അളിഞ്ഞു കുഴഞ്ഞു പോയിരിക്കുന്ന ഇടിയപ്പമായിരിക്കരുത്. ഇടിയപ്പം തണുത്ത് കഴിഞ്ഞിട്ടേ ഇതുണ്ടാക്കാവൂ. ചൂടോടെടുത്ത് ഉണ്ടാക്കുമ്പം ശരിയാവില്ല. ഇടിയപ്പം തണുത്ത് കഴിയുമ്പോൾ നല്ലത് ഒന്നിലൊന്നേ തൊടാതെ നമ്മുടെ ഫ്രൈഡ് റൈസ് പോലെ കിടക്കണമുണ്ടോ, ഒന്നിലൊന്നേ തൊടാതെ. എന്താ സെപ്പറേറ്റായിട്ട് കിടക്കണേ കണ്ടോ, ഒന്നിലൊന്നേ തൊടാതെ കിടക്കുവാണ്. അത് ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഇടിയപ്പം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എഗ്ഗിന് പകരം ചിക്കൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് യു വിഷ്. ചിക്കൻ ചെറുതായിട്ട് ഷ്രെഡ് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൽ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇച്ചിരി ഫ്രഷ് മല്ലിയില നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇടാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ഡിലീഷ്യസ് യെമ്മിലിഷ്യസ് വെജിറ്റബിൾ മസാല ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചൂട് ഗരമാഗരം
egg fried idiyappam or either vegetable idiyappam, or you can say Masala Idiyappam. No? Isn't it looking so beautiful and yummy, delicious? It's so yummy, delicious. Thank you so much for watching. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കണ്ടേ? ആഹാ, ശരിക്കും നമ്മൾ എഗ്ഗ് ചൗമിനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ, എഗ്ഗ് ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുന്ന പോലെ അതുപോലെ തന്നെ ശരിക്കും ഇത് കഴിക്കുമ്പം നമ്മുടെ എഗ്ഗ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചൗമിൻ കഴിക്കുന്നത് പോലെ തന്നെ. നിങ്ങളുടെ വിലയേറിയ കമൻസ് ബോക്സിൽ ഒന്ന് തരണേ. നിങ്ങളുടെ കമൻസുകളും ഒക്കെയാണ് മുന്നോട്ടുള്ള സ്ട്രെങ്ത്. അതുപോലെ ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങളുടെ കമൻസുകൾ, വ്യൂസ്, വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഞാനും ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അപ്പം വീഡിയോസ് ടൈമിലേലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ മുന്നോട്ടുള്ള സ്ട്രെങ്ത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.